ഹായ് നമസ്കാരം, ഞാൻ ലക്ഷ്മി. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് കൊടീസ് ബൊട്ടീക്കിൽ വെച്ചിട്ട് റോബിൻ വിളിച്ചിട്ടുള്ള ആ ഒരു പ്രസ് മീറ്റ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിനെല്ലാം ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുവാണ്, മെയിൻ സ്ട്രീം മീഡിയാസും കൂടെ പറ്റിയാൽ ദയവായിട്ട് നിങ്ങളും കൂടെ അവിടെ ഉണ്ടാവണം. കാരണം റോബിന് പറയാനുള്ള കാര്യങ്ങളെല്ലാവരും നിങ്ങളും കൂടെ അറിയണം. ഓക്കെ, അത് മാക്സിമം ആളുകളോട്ട് എത്തണമെങ്കിൽ അത് നിങ്ങളും കൂടെ അറിയണം. സോ ദിസ് ഇസ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. പിന്നെ എനിക്ക് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇലക്ഷൻ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ സ്വത്ത് വകകളും ലയബിലിറ്റീസും അങ്ങനെയുള്ളതെല്ലാം ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ്സ് കോൾഡ് മൈമെറ്റ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ റോബിൻ രാധാകൃഷ്ണൻ തന്റെ വരവും ചെലവും സ്വത്ത് വകകളും ലയബിലിറ്റീസും കടവും അങ്ങനെയുള്ളതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത്. അത് നിങ്ങൾക്കെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് വെളിപ്പെടുത്താനായിട്ട് പിന്നെ റോബിന്റെ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ ഇതും റോബിൻ ഒന്ന് പുറത്തുവിട്ടാൽ കൊള്ളാം. ഓക്കെ, കഴിഞ്ഞ 4 വർഷമായിട്ട്, അതായത് ബിഗ് ബോസിന് ശേഷമുള്ള 4 വർഷങ്ങൾ. ഇത് 2 കാര്യങ്ങൾ. പിന്നെ അടുത്തത്, ഇതിന്റെ കൂടെ ഞാൻ 2 വീഡിയോസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 2 വീഡിയോ ലിങ്കുകളും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതില് ഇലക്ഷൻ സമയത്ത് റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. നമ്മളുടെയൊക്കെ കാറുകളിൽ ആ സമയത്ത് ഡാഷ്ബോർഡ് ഒക്കെ ഉൾപ്പെടെ ചെക്ക് ചെയ്ത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സമയത്ത് റോബിൻ എവിടുന്നാണ് ഈ 2 വീഡിയോകളിലുള്ള ക്യാഷിന്റെ സോഴ്സ്, എവിടുന്നാണ് ഇത്രയും പൈസ കിട്ടിയത്? അതും റോബിൻ ഒന്ന് പ്രസ് മീറ്റിൽ വ്യക്തമാക്കിയാൽ കൊള്ളാം. 2 വീഡിയോസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ബട്ട് ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ്, അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. 40 ലക്ഷം ഒന്നുമില്ലല്ലോ. അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ. ചോദിച്ചാണ് കണ്ടുണ്ട്. അല്ല ഞാൻ ബ്രോ പറയുന്നത് വിചാരിച്ചാണ് ഞാൻ നമ്മൾ ഫണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത പൈസ പൈസയിലുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ RTGS ബാങ്കിൽ പോയി ചെയ്ത എമൗണ്ടാ. ഓക്കെ, ഇത് എന്നത്തെ സംഭവം? എന്നാ 20-ാം തീയതി 12 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായോ? ചുമ്മാ പോയതല്ല, അക്കൗണ്ട് വഴിയാ പോയത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ട് പോയിരിക്കുന്നത്. എന്റെ HDFC ബാങ്കിൽ നിനക്ക് HDFC അല്ലല്ലോ, നിനക്ക് പഞ്ചാബ്. എന്റെ പൊന്നു ബ്രോ, എന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബ്ലോക്ക് ആയി പോയിന്ന്. ഞാൻ HDFC ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.